ചെറുതായിട്ടൊന്ന് ജുറാസിക് പാർക്ക് വരെ പോയിട്ട് വന്നാലോ? ജുറാസിക് പാർക്ക് ഒന്നല്ല, ചൈനയിലെ ചിങ് യുവൻ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഈ ഫേമസ് ആയ ഡോണറ്റ് ബിൽഡിംഗ് കണ്ടുട്ടോ. ശരിക്കും മഴ ചതിച്ചു ഗൈസ്. പോകുന്ന ദിവസം തന്നെ ടൈഫൂൺ വന്നു. പോകുന്ന വഴി ആദ്യം നിർത്തിയത് ഈ ഒരു കൊട്ടാരത്തിലേക്കാണ്. ശരിക്കും ആക്ച്വലി ഇതെന്താന്ന് എനിക്കും അറിയില്ല. ബോർഡുകളെല്ലാം ചൈനീസിലായോണ്ട് പിന്നെ അതും പേടിക്കേണ്ട ആവശ്യം വന്നില്ല. വെളുപ്പിന് ഇറങ്ങിയോണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് അവിടെ നിർത്തിയത്. എത്ര ലൈനുകളാണല്ലോ ഇവിടെ പോകുന്നത്. ബസ്സിലാട്ടോ പോയത്. ആക്ച്വലി ഞങ്ങളുടെ കൂടെ ടൂർ ഗൈഡ് ഒക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരും ചൈനീസ് ആയതുകൊണ്ട് പുള്ളിക്കാരി ചൈനീസിൽ എന്തൊക്കെയോ മൈക്കിലൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് ഇംഗ്ലീഷും അറിയില്ല, ഞങ്ങൾക്ക് ചൈനീസും അറിയില്ല. ഗ്ലാസ് ബ്രിഡ്ജിന്റെ അകത്തോട്ട് കയറുന്ന വഴി ഒരു തീം പാർക്ക് ആയിട്ടാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴി മൊത്തം ഒരു ഡൈനോസർ തീമിലാണ്, വിത്ത് സൗണ്ട് എഫക്ട് ആൻഡ് മൂവിംഗ് ആട്ടോ. ഒരുപാട് മുകളിലായിട്ട് നടക്കാനുണ്ട്. ഇതാണ് എക്സിറ്റ് ഗേറ്റ് വരുന്നത്. പോകുന്ന വഴിക്ക് ഇത് ഇങ്ങനെ ഒരു സാധനം ഇവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അകത്ത് കയറി കഴിഞ്ഞാൽ ഇതുപോലെ കുറെ ഡൈനോസ്, പിന്നെ അവരുടെ ഫോസിൽസ് പോലെ കുറെ സംഭവങ്ങൾ. ചുമ്മാ വച്ചേക്കുമല്ല, ഇതിനൊക്കെ പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരെ സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് വെച്ചേക്കുന്നത്. ഇത് എത്ര ഹൈറ്റിലേക്ക് ഇവരെങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഗ്രൗണ്ടിൽ നിന്ന് 800 ഫീറ്റിലധികം ഡിസ്റ്റൻസിലാണ് ഇത് ഇരിക്കുന്നത്. ആൻഡ് 2020 ഇതിന്റെ ഓപ്പണിംഗിന്റെ സമയത്ത് ലോങ്സ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയതാണ്. ഒരുപാട് മുകളിലേക്ക് നടക്കാനുണ്ടായിരുന്നു. അപ്പൊ ഗ്ലാസ് ബ്രിഡ്ജ് എത്തിയിട്ട് കാണാട്ടോ.